നിങ്ങളുടെ സന്തോഷവും പണവും നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരു കള്ളനുണ്ട്. അതാരാണെന്നറിയാമോ? അതറിയാൻ ഈ വീഡിയോ ഫുള്ളായി കേൾക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ സന്തോഷം നമ്മുടെ ലൈഫിൽ തന്നെയാണ്. കിട്ടേണ്ട വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് മോഷ്ടിക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ പോലും അറിയാതെ ദിവസവും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളുണ്ട്. ആ ഒരു കള്ളൻ്റെ പേരാണ് കോംപ്ലക്സ് അഥവാ പരാതി പറയൽ. സത്യത്തിൽ നമ്മൾ പരാതി പറയലിനെ വളരെ നോർമലായ, നമ്മൾ പോലും അറിയാതെ ദിവസവും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളുണ്ട്. ആ ഒരു കള്ളൻ്റെ പേരാണ് കംപ്ലൈൻറ്റ് അഥവാ പരാതി പറയൽ. സത്യത്തിൽ നമ്മൾ പരാതി പറയലിനെ വളരെ നോർമലായ, ഒരു വലിയ ദോഷമൊന്നുമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. രാവിലെ അലാറം അടിക്കുമ്പോൾ മുതൽ നമ്മൾ തുടങ്ങും അതിനെ ചീത്ത വിളിക്കാൻ. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാലാവസ്ഥയെ മോശമാണെന്ന് പറയും, അതിനെ കുറ്റം പറയും. പുറത്തിറങ്ങിയാൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ അത് ഗവൺമെൻറ്റിനെ കുറ്റം പറയും. ഓഫീസിൽ പോയാൽ കൂടെ ജോലി ചെയ്യുന്നവരെ കുറ്റം പറയും. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് നെഗറ്റീവ് എനർജി തരുന്നു. ഇത് വെറും ഒരു സംസാരമല്ല, ഇത് ഭയങ്കര പവർഫുള്ളായ ഒരു നെഗറ്റീവ് എനർജി ഫോം ആണെന്ന്. ഇത് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തെ ഉള്ളിൽ നിന്നും പൊള്ളയാക്കി മാറ്റും. ഇതൊന്ന് മനസ്സിലാക്കാൻ ഞാനൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം. ഒരു വലിയ വാട്ടർ ടാങ്ക് സങ്കല്പിക്കുക. അതിൽ നിറയെ വെള്ളമുണ്ട്. പുറമേ നോക്കുമ്പോൾ അത് സുരക്ഷിതമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അടിയിലോട്ട് ആർക്കും പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു ചെറിയ ലീക്കുണ്ട്. അതിലൂടെ ഓരോ തുള്ളി വെള്ളവും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ വാട്ടർ ടാങ്ക് പൂർണ്ണമായും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇതുപോലെയാണ് പരാതികൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയെയും സന്തോഷത്തെയും ചോർത്തിക്കളയുന്ന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വരാം. എപ്പോഴെങ്കിലും ഒരിക്കൽ പരാതി പറയുന്നത് ഇത്ര വലിയ നാശമുണ്ടാക്കുമോ? അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുമ്പോൾ അത് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിൻ്റെ ഭാരം കുറക്കുന്നതിൽ എന്താ തെറ്റ്? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ ഡേഞ്ചറായ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നതാണ്. സ്പിരിച്വൽ വശം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻറ്റ് മൈൻഡിനെ നമ്മൾ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ള അവസ്ഥയോട് ഉള്ളിൽ നിന്നും ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഒരു പരാതി പറയുമ്പോൾ ഈ പ്രപഞ്ചത്തോടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടും വ്യക്തമായ ഒരു മെസ്സേജാണ് നൽകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതൊന്നും എനിക്ക് തികയില്ല. ഈ ഒരു ഫീലിംഗ് നമ്മളെപ്പോഴും ഒരു ഇല്ലായ്മയുടെ മാനസികാവസ്ഥയിൽ കൊണ്ടുപോകും, ലോക്ക് ചെയ്യും. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിളിലൂടെ പറയാം. നിങ്ങൾക്കാരോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിലപ്പെട്ട ഗിഫ്റ്റ് തന്നു എന്ന് വിചാരിക്കുക. ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിലെ നിധി എന്താണെന്ന് നോക്കുന്നതിന് പകരം അതിൻ്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന പാക്കിംഗ് പേപ്പർ ഇല്ലേ, അതിൻ്റെ കളർ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദേഷ്യപ്പെടുകയും ആ ഗിഫ്റ്റ് ഒരു മൂലയിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് നമ്മൾ പരാതി പറയുമ്പോൾ ചെയ്യുന്നത്. ദൈവം തന്ന മനോഹരമായ ജീവിതമാവുന്ന ഗിഫ്റ്റിനെ കാണാതെ ചെറിയ ചെറിയ കുറവുകളെ ഓർത്ത് നമ്മൾ അതിനെ തള്ളി പറയുന്നു. ഇനി ഞാൻ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ചിലർ ചോദിക്കാറുണ്ട്, നമ്മുടെ കുറവുകൾ കണ്ടെത്തി പരാതിപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുക? അല്ലെങ്കിൽ നമ്മൾ കുറവുകൾ കണ്ടില്ലെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്? കേൾക്കുമ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റ് ശരിയാണെന്ന് തോന്നും. പക്ഷേ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിനെക്കുറിച്ച് വെറുതെ ഇരുന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവയാണ് നമ്മുടെ ഇൻറ്റൻഷൻ പ്രാധാന്യം അർഹിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കാര്യങ്ങൾ ബെറ്ററാക്കാൻ വേണ്ടിയാണ് ഒരു കുറവ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഉടനെ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ വെറുതെ അതേ പരാതി പറയുന്ന മെൻറ്റാലിറ്റിയിലാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഫോക്കസും ആ ഒരു പ്രോബ്ലത്തിൽ മാത്രം സ്റ്റക്കായി പോകും. എപ്പോഴും നമ്മൾ ഒരു കാര്യം തന്നെ ചിന്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ഒരു ചിന്താശക്തി നമുക്കതൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് പോകണമെന്നില്ല. എപ്പോഴും നമ്മൾ ആ ഒരു നെഗറ്റീവ് മൈൻഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, അതിന് പിന്നിൽ ഒരു സയൻസ് പറയാം. ഈ ഒരു ഇല്ലായ്മയുടെ മെൻറ്റാലിറ്റി നമ്മുടെ ലൈഫിൽ
ലൈഫിൽ വന്നാൽ അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെയാണ്. നമ്മൾ പലപ്പോഴും ചായക്കടയിലോ ഓഫീസിലോ ക്യാൻറ്റീനിലോ ഒക്കെ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാം, ഇപ്പോൾ എല്ലാത്തിനും ഭയങ്കര വിലയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒട്ടും പൈസ ഇല്ല, നാട്ടിലൊരു സ്കോപ്പും ഇല്ല. ഇങ്ങനെയുള്ള ഡെയിലി സംസാരങ്ങൾ വെറും ഒരു ഡിസ്കഷൻ മാത്രമല്ല, അത് സംസാരിക്കുന്ന ആളുടെ ബാങ്ക് ബാലൻസിനെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ഇൻഫർമേഷൻസാണ് നമ്മുടെ തലച്ചോറിലൂടെ വന്നു പോകുന്നത്. അത് ഞാൻ പറയാം. നമ്മുടെ ബ്രെയിന് നമ്മളെ എല്ലാം കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോക്ക് ചെയ്യപ്പെടും. ആ ഒരു സ്റ്റോക്ക് ചെയ്യപ്പെടുന്ന ബ്രെയിനിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നതും തീരുമാനിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും. അതുകൊണ്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഫുൾ ടൈം ആ ഒരു ചിന്തകളാവും തലച്ചോറിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും വരുന്നതുമായ കാര്യങ്ങൾ. നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കും. അത് നമുക്ക് പോസിറ്റീവ് എനർജി തരാനും നമ്മുടെ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. നിങ്ങളെപ്പോഴും പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ജീവിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണെന്ന് നിങ്ങളുടെ ബ്രെയിനിൽ കൊടുക്കുകയാണ്. ബ്രെയിൻ അത് സത്യമാണെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ മുന്നിൽ വരുന്ന നല്ലതല്ലാത്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ മുഴുവൻ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഒരേ നാട്ടിൽ ഒരേ മോശം സാമ്പത്തിക സാഹചര്യത്തിലും ഒരാൾ ഒരു ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മറ്റൊരാൾ അവിടെയുള്ള ഒരു ഗ്യാപ്പ് കണ്ടെത്തി കോടികളുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഇത് ലക്കിൻ്റെ കളികളല്ല, നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ എന്തിലാണ് ട്രെയിൻ ചെയ്തത് എന്നതിൻ്റെ റിസൾട്ടാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, റിലേഷൻഷിപ്പിലെ ടോക്സിക് ബോണ്ടിങ്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ബന്ധങ്ങളിലും ഈ പരാതിപ്പെടൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതേ റൂൾ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പും വർക്കൗട്ട് ചെയ്യുന്നത്. എപ്പോഴും പരാതി മാത്രം പറയുന്ന, മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറയുന്ന ഒരാളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. കാരണം നെഗറ്റീവ് എനർജി ഭയങ്കര ഹെവി ആയിരിക്കും. ആളുകൾ എപ്പോഴും അട്രാക്റ്റ് ആവുന്നത് ഹാപ്പിനെസ്സിലും നല്ല എനർജറ്റിക് അറ്റ്മോസ്ഫിയറിലും മാത്രമാണ്. മറ്റുള്ളവരെപ്പോഴും സന്തോഷത്തിലിരിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുക. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തങ്ങളിൽ നിന്ന് ദൂരേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഓഫീസിലോ കോളേജിലോ ഒക്കെ നമ്മൾ കാണാറില്ലേ, മൂന്നാമതൊരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുഹൃത്തുക്കളാകുന്ന ആളുകൾ. അതുപോലെ തന്നെയാണ് ഓഫീസിലെ ബോസിനെ വെറുക്കുന്ന 2 ജീവനക്കാർ ലഞ്ച് ബ്രേക്കിൽ ഒരുമിച്ചിരുന്ന് ബോസിൻ്റെ കുറ്റം പറഞ്ഞ് വലിയ സുഹൃത്തുക്കളാവുന്നു. എന്നാൽ അതിനെ ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനെ ടോക്സിക് ബോണ്ടിങ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നെഗറ്റിവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പും സേഫ് ആയിരിക്കില്ല. ഇത് നിങ്ങളുടെ കൂടെ ഇരുന്ന് മറ്റൊരാളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്ന ആൾ നാളെ വേറൊരാളുടെ കൂടെ ഇരുന്ന് നിങ്ങളെക്കുറിച്ചും കംപ്ലൈൻറ്റ് പറയും. ഇനി 4ാമത്തെ പോയിന്റ്, പരാതിപ്പെടൽ ഒരു ലഹരിയാണ്. പരാതി പറയുന്ന ശീലം ഒരു ലഹരിയെ പോലെ മനുഷ്യനെ കീഴ്പ്പെടുത്താറുണ്ട്. നമ്മൾ പരാതി പറയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണായ കോർട്ടിസോളിനോട് നമ്മുടെ ശരീരം പതിയെ പൊരുത്തപ്പെടും. പിന്നീട് അതൊരു ശീലമായിട്ട് മാറും. നമ്മുടെ ബ്രെയിനിലെ പല ഹോർമോണിനെയും ഇത് തന്നെ ബാധിക്കുന്നു. സന്തോഷം എപ്പോഴും പ്രസൻറ്റിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ കംപ്ലൈൻറ്റ് ചെയ്യുന്നവരുടെ ഫോക്കസ് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളിലായിരിക്കും. താമസിക്കാൻ നല്ലൊരു വീടുണ്ടാവും, പക്ഷേ പരാതി അയൽക്കാരൻ്റെ വീടിൻ്റെ അത്ര വലിപ്പമില്ലല്ലോ എന്നാണ്. നല്ല ഹെൽത്ത് ഉണ്ടാവും, പക്ഷേ പരാതി മുടി കൊഴിയുന്നു എന്നാണ്. ഫാമിലി കൂടെ ഉണ്ടാവും, പക്ഷേ എപ്പോഴും അവരുടെ സ്വഭാവത്തിലെ കുറവുകൾ മാത്രമായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെയുള്ള ലൈഫിലെ എല്ലാ പ്രോബ്ലംസും ഒരു ദിവസം കൊണ്ട് മാന്ത്രികമായി മാറി എല്ലാം പെർഫെക്റ്റ് ആയാൽ പോലും അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ബ്രെയിൻ വീണ്ടും ആ ഒരു പെർഫോമൻസിലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കും. കാരണം തെറ്റുകൾ മാത്രം തപ്പിപ്പിടിച്ച് ബ്രെയിൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഓരോ കംപ്ലൈൻറ്റും അത് ഏത് തരത്തിലുള്ളതാണെന്ന് സ്വാഭാവികമായും, പക്ഷെ അതിൻ്റെ സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫോക്കസ് വീണ്ടും നല്ല കാര്യങ്ങളിലേക്ക് വരും. എന്നാൽ ഈ ഒരു അഡിക്ഷൻ ഉള്ളവരുടെ ബേസ് ലൈൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തെങ്കിലും ദേഷ്യമോ പരാതിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഴയ ഫ്രണ്ടിനെ കാണുമ്പോൾ തന്നെ സംസാരിച്ച് തുടങ്ങുന്നത് നിങ്ങളുടെ ലൈഫിലെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പറഞ്ഞാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലെ ഒരു അപകട സൂചനയാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ബ്ലെസ്സിങ് മാത്രം കാണാതെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്നർത്ഥം.
ജീവിതത്തെ മാറ്റിമറിക്കാനായി ഒരു 7 ഡേയ്സ് ചലഞ്ച് ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ നമ്മളെ പരാതികളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചോ ഒന്നും നമ്മൾ നെഗറ്റീവായിട്ട് പരാതിപ്പെടാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഒരു പരാതികളെല്ലാം മാറ്റിമറിച്ച് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം തരുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറും, ഒരവസ്ഥയിലേക്ക് മാറും. കാരണം പരാതികൾ മാത്രം പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇന്ന് ഈ പരാതികളെക്കുറിച്ചുള്ള പരാതികൾ മാത്രം നമ്മളെ മനസ്സ് അതിന് അടിമപ്പെട്ടു പോകും. പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അതിൻ്റെ റിപ്ലൈകളും മാത്രമേ നമ്മുടെ തലച്ചോറിൽ വരികയുള്ളൂ. ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് നമ്മൾ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ നമ്മളതിനെ പരാതി പറയുകയല്ല, നമ്മൾ സന്തോഷിക്കുകയുണ്ട്. എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു, സ്വന്തമായിട്ട് വാഹനമുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, എനിക്ക് അതിന് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിനോട് നന്ദി പറയുക. ജോലിയുടെ ഭാരത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോൾ എനിക്ക് ഈ മാസം കൃത്യമായി ശമ്പളം തന്നല്ലോ, അങ്ങനെയുള്ള ഒരു ജോലി ഉണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. നമ്മുടെ ശ്രദ്ധ എവിടേക്കാണോ പോകുന്നത് അവിടെ എനർജി വർദ്ധിക്കും. പ്രോബ്ലംസിലാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോകുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും പ്രോബ്ലംസ് തന്നെ മുന്നോട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്തുക എന്ന് കരുതി ഒരു ജോലി പോയാൽ ആ ജോലി കിട്ടുമെന്നല്ല അതിനർത്ഥം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ നമുക്ക് ഒരു ജോലി കിട്ടാനാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കാശ് കിട്ടാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ തീരാനാണെങ്കിൽ നമ്മളത് മൈൻഡിൽ പറയണം. എനിക്ക് ആ ജോലി കിട്ടി, ഞാൻ അതിൽ ഒരുപാട് സന്തോഷമാണ്, എനിക്ക് ഇന്നൊരാൾ പൈസ തരാനുണ്ട്, ആ പൈസ എനിക്ക് കിട്ടി, ഞാൻ അതിൽ ഹാപ്പിയാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന്. അങ്ങനെ പറഞ്ഞാൽ മാത്രം ഈ ഒരു പ്രപഞ്ചം കൂടി നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് പൊരുത്തപ്പെട്ട് നമുക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളുടെ മൈൻഡിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. എപ്പോഴും പരാതിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് ലോജിക്കായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല സൊല്യൂഷൻ കണ്ടെത്താനോ കഴിയില്ല. ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. അതുപോലെ നമ്മുടെ ഹെൽത്ത് കൂടെയുള്ള ഫ്രണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്ദി പറയുക. അങ്ങനെയൊക്കെ മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് പുതിയ പുതിയ വഴികളും സൊല്യൂഷൻസും വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതല്ലാതെ നമ്മളെപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് സങ്കടപ്പെടുമ്പോൾ നമ്മളെപ്പോഴും അതിനോട് അടിമപ്പെട്ടു പോകും. നമ്മുടെ ശ്രദ്ധ മൊത്തം മറ്റുള്ള കാര്യങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് കാണാനും കേൾക്കാനും അതുപോലെ മനസ്സിന് സമാധാനമുള്ള പുതിയ അവസരങ്ങൾ കാര്യങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ വേരുകൾ കിടക്കുന്നത് പുറത്തല്ല, നമ്മുടെ ചിന്തകളിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ വാക്കുകളിലുമാണ്. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കരയാതെ ഉള്ള കാര്യങ്ങളെ ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും 7 ഡേയ്സ് നോ കംപ്ലൈൻറ്റ്സ് ചാലഞ്ച് ഒന്ന് ചെയ്തു നോക്കൂ. വെറും 7 ദിവസം നിങ്ങളുടെ ജീവിതം വരുന്ന മാറ്റം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.